ആദ്യം CPM MP-യിലേക്ക് പോവുകയാണ്. ഡോക്ടർ വി ശിവദാസൻ, പ്രതിപക്ഷം ഇപ്പോൾ തെരുവിലാണ്. ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ 2ാം ദിവസമാണ്. അതേസമയം പാർലമെന്റിൽ ഈ വിഷയം തന്നെയാണ് ഉയർത്തുന്നത്. പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയം ഉന്നയിക്കുന്നു. ഇന്ന് ഇരു സഭകളും സ്തംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് എത്ര നാളെന്നുള്ളൂ? സമ്മേളനം കഴിയാനാകുന്നു. സഭയ്ക്കകത്തുള്ള പ്രതിഷേധം അവിടെ അവസാനിക്കുന്നു. ബീഹാറിൽ നിങ്ങൾ പ്രക്ഷോഭം തുടങ്ങും, ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങും. അതല്ലാതെ കമ്മീഷനെ തിരുത്തിക്കാൻ, ഈ നടപടികൾ തിരുത്തിക്കാൻ എത്ര വേഗം സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്? ഇന്നത്തെ ഹിന്ദു ദിനപത്രം അതിൻ്റെ എഡിറ്റോറിയലിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള എഡിറ്റോറിയൽ വളരെ പ്രസക്തമാണ്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തെറ്റായ സമീപനം തിരുത്തണമെന്ന സൂചനയോടുകൂടിയാണ് എഡിറ്റോറിയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിവിടെ സൂചിപ്പിച്ചത് രാജ്യമാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനത്തിനെതിരായിട്ട് ഒരു പ്രതിഷേധം ഉയർന്നു വരികയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം നമ്മൾ കാണുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനം. അന്നേ വരെ പത്രസമ്മേളനം നടക്കുന്നവരെ പക്ഷപാതിത്വരഹിതമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറിയിട്ടുണ്ടാവുക എന്ന് ധരിച്ചു വെച്ചവരുൾപ്പെടെ പത്രസമ്മേളനത്തോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന നിലയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ SIRന്റെ പേരിൽ ലക്ഷക്കണക്കായ ജനങ്ങളുടെ പേര്, വോട്ടർമാരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ പോവുകയും എന്നാൽ BJP നേതാക്കന്മാർ സമാനമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായി യാതൊരു സംസാരവും ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരു ചിത്രം നമ്മൾ കാണുന്നുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു ന്യൂട്രൽ ബോഡിയാണ്. എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പ് പക്ഷപാതിത്വരഹിതമായി സംഘടിപ്പിക്കേണ്ടുന്ന, നടത്തേണ്ടുന്ന ഒരു ഏജൻസിയാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ തന്നെ തകർക്കുന്ന നിലയിലുള്ള നിയമനിർമ്മാണം BJP നടത്തി. ഇന്ത്യൻ പാർലമെന്റിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിയമനിർമ്മാണത്തിൽ നേരത്തെ ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടുന്ന സമിതിയാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും നിയമിച്ചിരുന്നത് എങ്കിൽ ഇപ്പോ ചീഫ് ജസ്റ്റിസിനെ മാറ്റുകയും ആ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്ത് പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന, നിർദ്ദേശിക്കുന്ന ഒരു മന്ത്രി ഉൾപ്പെടുന്ന സമിതിയായി അതിനെ മാറ്റിയ ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം ഒന്നടങ്കം അതിനെതിരായി രംഗത്ത് വന്നിരുന്നു. രാജ്യമാകെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അന്ന് തന്നെ പറഞ്ഞിരുന്നു, BJP ഓഫീസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് അപകടമാണ്. ഈ അപകടകരമായ ചിത്രം രൂപപ്പെടുത്തിയിട്ടുള്ളത് RSSന്, BJPക്ക് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പില്ലാതെ, തിരഞ്ഞെടുപ്പ് നിന്ന് ലക്ഷോപലക്ഷം വരുന്ന വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം എന്നുള്ളത് വോട്ടവകാശം 18 വയസ്സ് പൂർത്തിയായ, പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പുവരുത്ത ഒന്നാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. പ്രായപൂർത്തിയായ ഇന്ത്യൻ പൗരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള RSS BJP പദ്ധതിയുടെ ഭാഗമായിട്ടാണ് SIRും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിന്റെ രീതിയിൽ വന്നിട്ടുള്ള മാറ്റവും എന്നുള്ളതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഈ ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തുമ്പോൾ BJPയുടെ നേതാക്കന്മാർ പാർലമെന്റിനകത്തും പുറത്തും എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞങ്ങൾ ഇതൊക്കെ ചെയ്യും, നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങൾ നോക്കിക്കൊള്ളുക, നിങ്ങൾ കോടതിയിൽ പോടൂ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പ് പരാതി കൊടുത്തോളൂ, 45 ദിവസം കഴിഞ്ഞാൽ പിന്നെ പരാതി കൊടുക്കാനുള്ള അവകാശം കഴിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സംസാരിക്കുന്നത്, നിങ്ങൾക്കവിടെ യൂണിറ്റ് ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾക്കവിടെ തെരഞ്ഞെടുപ്പ് വേളയിൽ നോക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമാരുണ്ടായിരുന്നില്ലേ തുടങ്ങിയ ചോദ്യങ്ങളുമായിട്ടാണ് ഇവർ വരുന്നത്. ധിക്കാരത്തിന്റെയും ധാർഷ്ട്യത്തിന്റെയും മുഖമായിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം അപലനീയമായിട്ടുള്ള കാഴ്ചയാണ് നാം കാണുന്നത്. തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അണിനിരന്നിരിക്കുന്നത്. SIRന്റെ പേരിൽ 30 ലക്ഷത്തിലധികം സ്ത്രീകളെ മാത്രമാണ്, 35 ലക്ഷത്തിനടുത്ത് സ്ത്രീകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ട് കഴിഞ്ഞു. സ്ത്രീകൾ മാത്രം ഇത്രയേറെ വെട്ടിമാറ്റപ്പെട്ട് കഴിഞ്ഞു വോട്ടർ പട്ടികയിൽ നിന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ വെട്ടിമാറ്റപ്പെട്ട ആളുകളുടെ പേരും അതിന്റെ കാരണവും എന്തെന്ന് ചോദിച്ചപ്പോ അവർക്ക് പറയാൻ പറ്റുന്നില്ല. ഒടുവിൽ അവരുടെ പേരും ലിസ്റ്റും അവർക്ക് പരാതി കൊടുക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് കോടതി പറയേണ്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP വോട്ട് തെരഞ്ഞെടുപ്പ് ആകെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ള ചർച്ച വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള
വോട്ടർമാരുടെ വോട്ട് ചെയ്തവരുടെ എണ്ണത്തിലുണ്ടായിട്ടുള്ള വർധനവിന്റെ ശതമാനത്തിന്റെ ചിത്രവും ഉത്തർപ്രദേശിൽ വന്നിട്ടുള്ള വാർത്തകളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല നിലയിൽ ഇരട്ട വോട്ടിന്റെയും മറ്റ് ഒരു റൂമിൽ തന്നെ 100-ലധികം ആളുകൾ താമസിച്ചതിൻ്റെതും ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു ഏജൻസിയായി നിലനിർത്തണം, ഭരണഘടനാ സ്ഥാപനമായി നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന സകല ആളുകളും BJPയുടെ ഈ രാഷ്ട്രീയത്തിനെതിരായി നിലപാടെടുത്ത് വരേണ്ടതുണ്ട്. ചീഫ് ജസ്റ്റിസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിശ്ചയിക്കുന്ന സമിതിയിൽ നിന്ന് മാറ്റിയ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിച്ച RSS BJP ഗൂഢാലോചന ഇന്ന് കൂടുതൽ വ്യക്തമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തുകൊണ്ട് ചീഫ് ജസ്റ്റിസിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് മാറ്റി എന്നുള്ള ചോദ്യത്തിന് ഒരു BJP നേതാവും ഇന്ന് വരെ ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുക. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.